കുട്ടനല്ലൂരിൽ ഹെലികോപ്റ്ററിൽ എത്തുന്ന മോദി അവിടുന്ന് റോഡ് ഷോയാണ് തൃശ്ശൂർ നഗരത്തിലേക്ക് എത്തുക. അതിനുശേഷം മഹിളാ സമ്മേളനത്തിൽ അദ്ദേഹം സംസാരിക്കും. ഒരുപാട് പ്രമുഖരെ വേദിയിൽ എത്തിക്കാനുള്ള ശ്രമങ്ങളിലാണ് BJP. അതിൻ്റെ ഫൈനലിസ്റ്റൊക്കെ ആയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. വിവരങ്ങൾ പ്രദീപ് ജോസഫ് നൽകും തൃശ്ശൂരിൽ നിന്നും. പ്രദീപ്, വളരെ വിപുലമായ പരിപാടിയാണ്. ഒരുപാട് സ്ത്രീകളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സംഘമാണ്. മറ്റാർക്കും അവിടെ പ്രവേശനം പോലുമില്ല. മോദി പറയുന്ന ഓരോ വാക്കും ഏതൊക്കെ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളെ സ്വാധീനിക്കുന്നതാകും, അല്ലെങ്കിൽ BJPയുടെ കേരളത്തിലെ അജണ്ടയെ സെറ്റ് ചെയ്യുന്നതാകുമെന്നൊക്കെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ചും സുരേഷ് ഗോപിക്ക് വേണ്ടിയുള്ള ചുവരെഴുത്തുകളൊക്കെ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയ നിലയ്ക്ക് ആരൊക്കെ ഇനിയുള്ള ഈ തെരഞ്ഞെടുപ്പ് അംഗത്തിൽ BJPയുടെ മുഖങ്ങളായി ഉണ്ടാകുമെന്ന ചില സൂചനകളൊക്കെ മോദിയിൽ നിന്ന് വന്നേക്കാമെന്ന് കരുതുന്നു. എങ്ങനെയാണ് ഒരുക്കങ്ങൾ? ഇപ്പോൾ സമയം 12:15 എപ്പോൾ കൃത്യമായി മോദി തൃശ്ശൂരിൽ പറന്നിറങ്ങും? എത്ര സമയമെടുക്കും റോഡ് ഷോ? വിഷയ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ തൃശ്ശൂർ നഗരം പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൽ BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ അനൌദ്യോഗികമായ തുടക്കം എന്ന് വേണമെങ്കിൽ ഈ ഒരു റോഡ് ഷോയെ അല്ലെങ്കിൽ ഈ നാരീശക്തി സംഗമത്തെ വിശേഷിപ്പിക്കാം. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി നേരിട്ട് ഈ നാരീശക്തി സംഗമത്തിൽ പങ്കെടുക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം 2:30 മണിക്ക് കുട്ടനല്ലൂർ ഗവൺമെൻറ് കോളേജിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുക. അവിടെ നിന്ന് ഏതാണ്ട് 20 മിനിറ്റോളം സമയം യാത്ര ചെയ്ത് അദ്ദേഹം തൃശ്ശൂർ സ്വരാജ് റൗണ്ടിലേക്ക് എത്തിച്ചേരും. സ്വരാജ് റൗണ്ടിൽ ആശുപത്രി ജംഗ്ഷൻ ഭാഗത്തു നിന്നാണ് റോഡ് ഷോ തുടങ്ങുന്നത്. ഏതാണ്ട് 3/4 കിലോമീറ്ററോളം ദൂരത്തിലാണ് റോഡ് ഷോയ്ക്ക് പദ്ധതിയിട്ടിരിക്കുന്നത്. അവിടെ നിന്ന് നായ്ക്കനാൽ ഭാഗം വരെയാണ്, 3/4 കിലോമീറ്ററോളം വരുന്ന നായ്ക്കനാൽ ഭാഗം വരെയാണ് റോഡ് ഷോ ക്രമീകരിച്ചിരിക്കുന്നത്. തുടർന്ന് തേക്കിൻകട മൈതാനത്ത് തയ്യാറാക്കിയിരിക്കുന്ന പ്രത്യേക വേദിയിൽ നാരീശക്തി സംഗമം അരങ്ങേറും. 2 ലക്ഷം സ്ത്രീകളെയാണ് ഈ നാരീശക്തി സംഗമത്തിൽ പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ 2 ലക്ഷം സ്ത്രീകളെ പങ്കെടുപ്പിക്കുമെന്നാണ് BJP നേതൃത്വം അവകാശപ്പെടുന്നത്. അവരിൽ സമൂഹത്തിൻ്റെ നാനാ തുറകളിൽ നിന്നുള്ള, സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഉണ്ട്. പ്രശസ്ത നടി ശോഭന, ഒപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ CPM-നെ വിമർശിച്ച് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ വിമർശിച്ച് ശ്രദ്ധേയതീർന്ന അടിമാലി സ്വദേശിനിയായ മറിയക്കുട്ടി, കൂടാതെ PT ഉഷ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുപ്പിക്കുമെന്ന് അവകാശപ്പെടുന്നു. 3000-ഓളം പോലീസുകാരെയാണ് സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് വേണ്ടി തൃശ്ശൂർ നഗരത്തിൽ എമ്പാടുമായി വിന്യസിച്ചിരിക്കുന്നത്. അതിൽ തന്നെ വേദിയും പരിസരവും മറ്റു സുരക്ഷാ കാര്യങ്ങളും പൂർണ്ണമായും കൈകാര്യം ചെയ്യുന്നത് പോലീസ് അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ ഐശ്വര്യ ദോങ്കരയുടെ നേതൃത്വത്തിലുള്ള 1000-ലധികം വരുന്ന പോലീസ് സംഘമാണ്. കൂടാതെ നഗരം കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പൂർണ്ണമായും പോലീസിൻ്റെ കരവലയത്തിനുള്ളിൽ ആയിക്കഴിഞ്ഞിരുന്നു. എല്ലായിടത്തും ബാരിക്കേഡുകൾ വെച്ച്, പ്രത്യേകിച്ച് റോഡ് ഷോ കടന്നു പോകുന്ന പ്രദേശങ്ങളിൽ ബാരിക്കേഡുകൾ വെച്ച് ആൾക്കാർ മുന്നിലേക്ക് ചാടുന്നതും അത്തരം അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി പൂർണ്ണമായും സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി. പ്രത്യേകിച്ച് സമീപകാലത്തെ ചില അനിഷ്ട സംഭവങ്ങളുടെയും ഭീഷണികളുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ യാതൊരു പഴുതും ഉണ്ടാവാതിരിക്കാൻ പാകത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. പ്രധാനമന്ത്രി കടന്നുവരുന്ന വഴികൾ ഏതാണ്ട് ഇന്നലെ വൈകിട്ട് മുതൽ തന്നെ പൂർണ്ണമായും പോലീസിൻ്റെ കൈവശമായിരുന്നു. ഇന്ന് രാവിലെ ആയപ്പോഴേക്ക് പൂർണ്ണമായും പോലീസിൻ്റെ കൈവശമാണ്. എല്ലായിടത്തും നിരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. 2.5 മണിക്കൂർ പ്രധാനമന്ത്രി കുട്ടനല്ലൂർ ഗവൺമെൻറ് കോളേജ് ഗ്രൗണ്ടിലെത്തും. ഏതാണ്ട് 3 മണിയോടുകൂടി ഇവിടെ സ്വരാജ് ഗ്രൗണ്ടിൽ അദ്ദേഹം എത്തിച്ചേരും. തുടർന്നാണ് വാഹനത്തിലുള്ള റോഡ് ഷോ. ശരി പ്രദീപ്, ലിഷോയ് കൂടി ചേരുന്നുണ്ട്. ലിഷോയ്, തൃശ്ശൂരിൽ തുടരുന്നതാണ് ലിഷോയ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി എങ്ങനെയാണ് പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തിനായുള്ള ഒരുക്കങ്ങൾ BJP നേതൃത്വം നടത്തിയത്, ഒപ്പം ഔദ്യോഗികമായി മറ്റ് പോലീസ് സംവിധാനങ്ങളൊക്കെ നടത്തിയെന്ന് ലിഷോയ്ക്ക് അറിയാം. ഇത് തൃശ്ശൂരിലെ BJPക്ക് എത്രത്തോളം ഉണർവേകും? ഒപ്പം തന്നെ കേരളത്തിലുടനീളം BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് വലിയൊരു കരുത്താകും ഇന്നത്തെ ഈ പരിപാടി എന്നാണോ നേതൃത്വം പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായും 10 ദിവസം മുൻപാണ് ശരിക്കും BJP നേതൃത്വത്തിന് ഇക്കാര്യത്തിൽ ഒരു ഉറപ്പ് ലഭിക്കുന്നത്. അതായത് പ്രധാനമന്ത്രി ഈ തീയതിയിൽ എത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പ് ലഭിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ ഈ ആളുകളെ സംഘടിപ്പിക്കുന്നതും അതിനോടൊപ്പം തന്നെ വലിയ പൊതുപരിപാടി സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ BJPയുടെ ഭാഗത്തു നിന്നുണ്ടായി. തൃശ്ശൂരിലെ BJPയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, നേരത്തെ കഴിഞ്ഞ തവണ സുരേഷ് ഗോപി മത്സരിച്ച മണ്ഡലമാണ് തൃശ്ശൂർ മണ്ഡലം. ഈ തൃശ്ശൂർ മണ്ഡലത്തിൽ 1,20,000 വോട്ടുകൾക്കാണ് അന്ന് സുരേഷ് ഗോപി പരാജയപ്പെട്ടത്. ആ 1,20,000-ലധികം വോട്ട് മറികടന്നാലാണ് ഇത്തവണ സുരേഷ് ഗോപിക്ക് അല്ലെങ്കിൽ BJPക്ക് തൃശ്ശൂർ മണ്ഡലം പിടിക്കാൻ കഴിയുകയുള്ളൂ. ആ ഒരു കണക്കുകൂട്ടൽ പക്ഷേ അതിന് കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസമാണ് ഈ BJP നേതൃത്വം വ്യക്തമാക്കുന്നത്. കാരണം കുറച്ച് ദിവസങ്ങളായി, കുറച്ച് മാസങ്ങളായി തന്നെ കൃത്യമായ ഇടവേളകളിൽ BJP ഓരോ മണ്ഡലം കേന്ദ്രീകരിച്ചും ഓരോ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചും സുരേഷ് ഗോപിയെ മുൻനിർത്തിക്കൊണ്ട്
SG കോഫി ടൈം എന്ന് പറയുന്ന ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു. അതിൽ സാധാരണക്കാരായ ആളുകളുമായി സുരേഷ് ഗോപി സംവദിക്കുകയാണ്. അതിന് സമാനമായി തന്നെ എല്ലാ മണ്ഡലങ്ങളും, ഈ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട എല്ലാ ഇടങ്ങളിലും ഇത്തരത്തിൽ സമാനമായ രീതിയിൽ സുരേഷ് ഗോപിയെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പരിപാടികളെല്ലാം നടന്നിരുന്നു. അതെല്ലാം തന്നെ ഒരു മുന്നേറ്റത്തിന് കൂടുതൽ കരുത്ത് പകരുമെന്നുള്ളൊരു കണക്കുകൂട്ടലാണ് BJP. അതിനോടൊപ്പം തന്നെ മറ്റു എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത് തൃശ്ശൂരാണ് നിലവിലത്തെ സാഹചര്യത്തിൽ BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം പ്രതീക്ഷയുള്ള മണ്ഡലം. കഴിഞ്ഞ വർഷം അവസാനം, അതായത് 2023 അവസാനമാണ് ഈ സുരേഷ് ഗോപിയുടെ തന്നെ ഒരു പ്രചരണത്തിൻ്റെ ഒരു മുന്നോടിയായി എന്നുള്ള കണക്കുകൂട്ടലിൽ അമിത്ഷാ തൃശ്ശൂരിലെത്തിയത്. അമിത്ഷാ തെക്കോ ഗോപുരനടയിൽ തൃശ്ശൂരിലെത്തുകയും അവിടെ സംസാരിക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. അത്തരത്തിൽ വിപുലമായ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ നേരത്തെ തന്നെ വിലയിരുത്തൽ, അതുപോലെ തന്നെ ഒരുക്കങ്ങളെല്ലാം തന്നെ ആരംഭിച്ചിരുന്നു. ഇന്നിപ്പോൾ പുതുവർഷത്തിൽ പ്രധാനമന്ത്രി കൂടി തൃശ്ശൂരിലേക്ക് എത്തുമ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു മുന്നേറ്റം കാഴ്ചവെക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മുന്നൊരുക്കം എന്നുള്ള രീതിക്ക് തന്നെയാണ് അവർ ഇതിനെ കാണുന്നത്. മഹിളാ സമ്മേളനം എന്നുള്ള രീതിക്കാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നതെങ്കിൽ പോലും തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളവും കേരളത്തിനെ സംബന്ധിച്ചിടത്തോളവും സ്ത്രീ വോട്ടർമാരുടെ ഒരു വലിയ ഒരു സ്വാധീനം അത് പലപ്പോഴും എല്ലാ വോട്ടെടുപ്പിലും പ്രകടമാകാറുള്ളതാണ്. അങ്ങനെ സ്ത്രീകളെ സ്വാധീനിക്കുക, അതിനോടൊപ്പം തന്നെ സ്ത്രീകളുടെ ഒരു വോട്ട് ഉറപ്പിക്കുക എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് അതിൻ്റെ ഒരു പ്രാഥമിക ഘട്ടം എന്നുള്ള രീതിക്ക് തന്നെയാണ് പ്രധാനമന്ത്രി ഇന്ന് തൃശ്ശൂരിലെത്തുന്നത്. അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം തന്നെ ഇവിടെ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ തൃശ്ശൂർ സ്വരാജ് റൗണ്ട് പൂർണ്ണമായും പോലീസിൻ്റെ നിയന്ത്രണത്തിലാണ്. ഒരു വാഹനം പോലും പുറത്തു നിന്നില്ല. ഈ ഉദ്യോഗസ്ഥരുടെ വാഹനവും അതിനോടൊപ്പം തന്നെ പോലീസിൻ്റെ വാഹനവും ഈ പാസ്സുള്ള വാഹനങ്ങൾ മാത്രമാണ് നിലവിൽ ഈ സ്വരാജ് റൗണ്ടിലേക്ക് കടത്തുന്നത്. വിവരങ്ങളാണ് ലിഷോ നൽകുന്നത്. ലിഷോ, ഞാൻ കുട്ടനെല്ലൂരിലേക്ക് കൂടി പോവാം. അവിടെ ശ്യാം പ്രസാദ് ഉത്തമൻ കൂടിയുണ്ട്. ശ്യാം, കുട്ടനെല്ലൂരിലാണ് പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്നത്. എങ്ങനെയാണ് അവിടുത്തെ ക്രമീകരണങ്ങൾ? ഏത് വഴിയിലൂടെയാണ് തൃശ്ശൂർ സ്വരാജ് റൗണ്ടിലേക്ക് എത്തുക? എത്ര സമയം കുട്ടനെല്ലൂരിൽ ആളുകളുമായി എന്തെങ്കിലും ഒരു അദ്ദേഹത്തെ കാണാനുള്ള എന്തെങ്കിലും അവസരങ്ങളുണ്ടോ? ദിവിഷ, അതായത് ഉച്ചയോടുകൂടി നെടുമ്പാശ്ശേരിയിലെത്തുന്ന പ്രധാനമന്ത്രി പ്രത്യേക ഹെലികോപ്റ്ററിൽ കുട്ടനെല്ലൂരിലെ അച്യുതമേനോൻ ഗവൺമെൻറ് കോളേജിലാണ് വന്നിറങ്ങുക. അവിടെ നിന്ന് ഈ കാണുന്ന റോഡ് മാർഗം ഇതിലൂടെ കടന്നു പോകും. പ്രത്യേകമായിട്ട് ഇവിടെ മറ്റ് വിസിറ്റ് പരിപാടികളൊന്നും ഒന്നും തന്നെ ഇല്ല. എന്നാൽ ഇതിനോടകം തന്നെ ഈ റോഡെല്ലാം തന്നെ പോലീസിൻ്റെ നിരീക്ഷണത്തിലാണ്. ഓരോ ഇടങ്ങളിലും പോലീസ് വാഹനങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ പ്രത്യേകമായിട്ട് പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഈ റോഡ് ഷോ നടക്കുന്ന ഇടങ്ങൾ പൂർണ്ണമായിട്ടും SPGയുടെ സുരക്ഷയിലാണ്. SPG ഉദ്യോഗസ്ഥരാണ് അവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. ഇവിടെ ഈ പറയുന്ന ഈ റോഡിൽ നിറയെ കൃത്യമായ രീതിയിൽ പോലീസിനെ എല്ലായിടത്തും വിന്യസിച്ചു കഴിഞ്ഞു. ഉച്ചയോടുകൂടി പ്രധാനമന്ത്രി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ റോഡ് പൂർണ്ണമായിട്ടും ബ്ലോക്ക് ചെയ്യും. അതിനുശേഷം ഇവിടെ നിന്ന് ഒരു 10 മിനിറ്റ് യാത്ര മാത്രമേ ഉള്ളൂ ഈ പറയുന്ന കുട്ടനെല്ലൂരിൽ നിന്നും ആശുപത്രി ജംഗ്ഷനിലേക്ക്. അവിടെ നിന്നാണ് റോഡ് ഷോ പിന്നീട് ആരംഭിക്കുക. എന്തായാലും ഉച്ചയോടുകൂടി ഇവിടെ പ്രധാനമന്ത്രി എത്തിയ ശേഷം ഈ റോഡുകളെല്ലാം തന്നെ പൂർണ്ണമായിട്ടും ഗതാഗതം നിരോധിക്കും. ഈ റോഡിലൂടെയാണ് പിന്നീട് പ്രധാനമന്ത്രി കടന്നു പോവുക. ഏകദേശം 2 ലക്ഷത്തോളം വരുന്ന സ്ത്രീകളെ പങ്കെടുപ്പിക്കുന്ന പരിപാടി, അതിന് ആനുപാതികമായിട്ട് മറ്റ് പുരുഷന്മാരെയും എല്ലാം കൂടി ഏകദേശം 4 ലക്ഷത്തോളം ആളുകളെയാണ് BJP ഈ പരിപാടിയിൽ കണക്കാക്കുന്നത്. ഒരുപക്ഷെ ഈ വേദിയിൽ വെച്ച് തന്നെ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം പോലും പ്രഖ്യാപിക്കപ്പെട്ടേക്കാം എന്നുവരെ പറയുന്നു. കനത്ത സുരക്ഷ എന്തായാലും റോഡിലും മറ്റുമുണ്ട്. BJP പ്രവർത്തകരെല്ലാം തന്നെ ഓരോ ഇടങ്ങളിലായിട്ട് വരുന്നു. അവർക്കൊക്കെ പ്രത്യേക പാർക്കിങ്ങും മറ്റുമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ 2 മണിക്ക് ശേഷം ഈ റോഡുകളിൽ ഗതാഗതം ഉൾപ്പെടെ നിരോധിച്ചുകൊണ്ടാണ് പോലീസ് ആ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശ്യാം പ്രസാദ് ഉത്തമനാണ് കുട്ടനെല്ലൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലിഷോയൊപ്പം തന്നെ പ്രദീപ് ജോസഫുമാണ് നേരത്തെ വിവരങ്ങൾ പങ്കുവച്ചത്.